വർഷത്തിന് ഇങ്ങോട്ട് തുടങ്ങുന്ന ആര്യന്മാരുടെ കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള ഒരു തെളിവുകളും നമുക്ക് അവശേഷിക്കുന്നില്ല. ഇവിടെ പുഷ്പക വിമാനം ഉണ്ടായിരുന്നുവെന്നും ഇവിടെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നുവെന്നും ഇവിടെ കോസ്മെറ്റിക് സർജറി ഉണ്ടായിരുന്നുവെന്നുമെല്ലാം അവകാശവാദം ഉന്നയിക്കുന്നു എന്നുള്ളതല്ലാതെ ഒന്നിൻ്റെയും ഒരു തെളിവുകളും നമുക്ക് അവശേഷിക്കുന്നില്ല. ആകെ നമുക്ക് ലഭിക്കുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും പോലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അത് ഈ പ്രദേശത്ത് ഉണ്ടായി വന്നത് തന്നെയാണ്. പക്ഷേ ഇതാണോ നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം? ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ജനിതകത്തിൻ്റെ തന്നെ ഒരു 70% 65,000 വർഷത്തോളം പഴക്കമുള്ളതാണ്. ബാക്കിയുള്ള ജനിതകത്തിൻ്റെ ഒരു വലിയ ഭാഗം ഈ ഹാരപ്പൻ സംസ്കാരവുമായി കടന്നു വന്ന ഇറാൻ പ്രദേശത്തൂടെ കടന്നു വന്ന ജനവിഭാഗങ്ങളുടെ ആ ജനിതഘടനയുമായി ബന്ധപ്പെട്ടതാണ്. അവരാണ് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ണികൾ. ബാക്കി അവശേഷിക്കുന്നതിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ആര്യന്മാരുടെ സംസ്കാരം വഴി അവർ കൊണ്ടുവന്ന സംസ്കാരങ്ങളും ആചാരക്രമങ്ങളും വഴി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആര്യന്മാർ വന്നപ്പോഴേക്കും പുതിയ സംസ്കാരം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, പുതിയ ഭാഷ വന്നിട്ടുണ്ട്, പുതിയ ആരാധനാക്രമങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ ആചാരങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷേ അതിനു മുമ്പ് നമുക്കിവിടെ ശൂന്യമായിരുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ തീർച്ചയായിട്ടും ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിച്ചിരുന്നത് ആര്യന്മാരുടെ കടന്നുവരവിന് മുമ്പാണ്. അതിനുശേഷം പിന്നീട് അത് ഏറ്റവും സമ്പുഷ്ടിപ്പെടുന്നത് ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും കാലഘട്ടത്തിലും അതിനുശേഷവുമാണ്. പിന്നീട് ബ്രാഹ്മണ്യം അധിനിവേശം പിന്നെ അതീശത്വം സ്ഥാപിച്ച കാലഘട്ടത്തിൽ വീണ്ടും അത് താഴേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നീട് ഒരുപക്ഷെ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടുപിടിച്ച് 4-5 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അത് ഇന്ത്യയിൽ നമ്മുടെ മുഗൾ ചക്രവർത്തിമാർ അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നുള്ള ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇവിടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വലിയ പുരോഗതി, ഇവിടെ കണ്ടുപിടുത്തങ്ങൾ എന്നുള്ള രൂപത്തിൽ ഉണ്ടായില്ലെങ്കിൽ പോലും അതിനോടുള്ള ആഭിമുഖ്യം, അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് യഥാർത്ഥത്തിൽ മുഗളന്മാരുടെ കാലത്ത് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പിന്നീട് ശാസ്ത്രം നമ്മുടെ നാട്ടിൽ വികസിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ്. അത് ശരിയായ പാതയിലേക്ക് നെഹ്റു എന്ന ശാസ്ത്ര അവബോധമുള്ള ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് ലഭിച്ചതോടുകൂടിയാണ് ഇന്ത്യയിൽ ഒരു ശാസ്ത്രബോധമുള്ള ഒരു സമൂഹമായി നമ്മൾ മെല്ലെ മെല്ലെ ചുവടുവയ്ക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ശാസ്ത്രത്തിലേക്ക് നമ്മൾ കുതിക്കാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ്. അതിനുശേഷം പക്ഷെ പിന്നീട് ആ ശാസ്ത്രത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെ മുഴുവനും തച്ചു തകർക്കുന്ന തരത്തിലാണ് സമീപകാലത്തുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പഴയകാല ചരിത്രം. ഇങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായി വന്നതെങ്കിൽ, ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായി വന്നതെങ്കിൽ ഇന്നത്തെ ഇന്ത്യ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നതുകൂടി നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം തന്നെയാണ് ഇന്ന്. ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്ന് എന്നല്ല, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയെ വികസിപ്പിക്കാം. നമ്മൾക്കായിട്ട് സൃഷ്ടിച്ച ഒരു ഭരണഘടന നമുക്ക് നിലവിലുണ്ട്. ഈ ഭരണഘടന സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും മതനിരപേക്ഷതയെയും ഇങ്ങനെയുള്ള മഹത്തായ മാനവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഒരു 65,000 വർഷം മുതൽ ഇങ്ങോട്ട് വന്നിട്ട് പലതരം കലർപ്പുകളിലൂടെ കടന്നു വന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള വൈജാത്യങ്ങളും വിഭിന്നതകളുമുള്ള ഒരു ജനസമൂഹമാണ് നമ്മുടേത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് അഭിമാനിക്കുന്നത് ഇന്ത്യ ഇത്രയേറെ വൈവിധ്യമുള്ളൊരു പ്രദേശം ആയതുകൊണ്ടാണ്, ഇത്രയേറെ വിഭിന്നതകളുള്ളൊരു പ്രദേശമായതുകൊണ്ടാണ്. നമ്മൾ ഇവിടെ ജനിച്ചതിൽ മറ്റെവിടെയെങ്കിലും പോലെ ഒരൊറ്റ സ്വഭാവം മാത്രമുള്ള, ഏകദാനമായിട്ടുള്ള, മറ്റെല്ലാത്തിനെയും മാറ്റി നിർത്തുന്ന സ്വഭാവമുള്ളൊരു പ്രദേശമല്ല. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാം കൂടിക്കലർന്നിട്ടുള്ള ഒരു സാംസ്കാരിക സ്വരൂപമാണ് ഇന്ത്യ എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഈ ഇന്ത്യ, ഇങ്ങനെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഭരണഘടന ഇന്ന് യഥാർത്ഥത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിച്ചാൽ സമകാലിക ഇന്ത്യ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യ എന്ന വിഷയം നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഭരണഘടന നിർവചിച്ചിട്ടുള്ള എല്ലാ അടിസ്ഥാന മൂല്യങ്ങളെയും തച്ചു തകർക്കും വിധത്തിൽ, അല്ലെങ്കിൽ അതെല്ലാം ഇല്ലാതാകും വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. സ്വാതന്ത്ര്യമെന്നത് ഒരു തരത്തിലുള്ള വിയോജിപ്പിനും ഒരു തരത്തിലുള്ള വിമർശനത്തിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഇന്നില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള, മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ളത്
മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമുക്കറിയാം ആഗോള സൂചികകൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിലും ആഗോളാടിസ്ഥാനത്തിൽ സൂചികകൾ പല ഏജൻസികൾ പുറത്തുവിടാറുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ 161 സ്ഥാനത്തെന്നാണ് ഏറ്റവും പുറത്തു വന്നിട്ടുള്ള കണക്ക്. അപ്പോൾ ഏറ്റവും പുറകിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ളത് ഏറ്റവും പുറകിലാണ് നമ്മുടെ സ്ഥാനം. ഇനി മാധ്യമ സ്വാതന്ത്ര്യത്തിൽ പുറകിലാണ് എന്നുള്ളത് മാത്രമാണോ? മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് മാത്രമല്ല, നിലവിലുള്ള മാധ്യമങ്ങൾ എല്ലാം തന്നെ 2 or 3 കുത്തക മാധ്യമ കമ്പനികളുടെ കൈകളിലേക്ക് മാത്രമായി ഒതുങ്ങുന്ന തരത്തിലേക്കാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഇത് മാധ്യമങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് തരം സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏത് തരം കാര്യങ്ങളും ഇന്ന് 2 or 3 കുത്തക വിഭാഗങ്ങളുടെ മാത്രം കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സൂചികയിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. സന്തോഷ സൂചിക എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ അതിനെ പറയാവുന്നൊരു കാര്യം.